ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കാളമുറി സെന്ററിൽ പുതിയതായി രൂപപ്പെട്ട വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്ന് ഇ.ടി. ടൈസൺ എം.എൽ.എ. അധികൃതർക്ക് നിർദ്ദേശം നൽകി. കാളമുറി സെന്ററിന് കിഴക്ക് വടക്കു ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയിരുന്ന വെള്ളം കാളമുറി സെന്ററിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകാൻ ഒരുക്കിയ കാനയ്ക്ക് വേണ്ട രീതിയിൽ വീതി ഇല്ലായിരുന്നു. ഈ വിഷയം കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവിയുടെ നേതൃത്വത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി.ജെ. പോൾസൺ, പഞ്ചായത്ത് അംഗം ഷാജഹാൻ, പൊതുപ്രവർത്തകരായ ബി.എസ്. ശക്തിധരൻ, സജീവൻ തുടങ്ങിയവർ എം.എൽ.എയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈവേ നിർമ്മാണ കമ്പനി ശിവാലയുടെ ഉന്നത അധികാരികളുമായി എം.എൽ.എ. നടത്തിയ ചർച്ചയിലാണ് വീതി കൂട്ടി പുതിയ കാന നിർമ്മിക്കാൻ തീരുമാനമായത്. ഇതോടെ ഒരു മഴ പെയ്താൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിന് പരിഹാരമാകും. നാഷണൽ ഹൈവേ 66-ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിലും ചില പ്രശ്നങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നാട്ടുകാരും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള നല്ല പരിശ്രമം നടക്കുക. ഇപ്പോൾ തന്നെ കാളമുറിയിലുണ്ടായിരുന്ന ആ വെള്ളം ഒഴിഞ്ഞു പോകുന്നത് സംബന്ധിച്ച് നമ്മുടെ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശോഭന രവിയും അതുപോലത്തെ അവിടുത്തെ മെമ്പർമാരായിട്ടുള്ള പോൾസനും അതുപോലെ ഷാജഹാനും ബന്ധപ്പെട്ടവർ, വ്യാപാരി സുഹൃത്തുക്കൾ ബന്ധപ്പെട്ടിരുന്നു, സജീവൻ, നമ്മുടെ ശക്തിധരൻ ഉൾപ്പെടെ എല്ലാ ആളുകളും ഇത്തരം വിഷയം അവിടെ ഇപ്പോൾ പണിത് പോയാൽ അവിടെ വളരെ രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടിലേക്ക് നമ്മൾ പോകും, അതുകൊണ്ട് പരിഹരിക്കണം എന്നാവശ്യപ്പെടാം. ശിവാലയ കമ്പനിക്കാരുമായും അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുമായും നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തു. ഇപ്പോൾ അത് അത്യാവശ്യം നേരത്തെ പണിത സ്ഥലമാണെങ്കിൽ പോലും അത് അവിടുത്തെ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അത് വളരെ സന്തോഷമുണ്ട്.